എസ് മീരയുടെ പുതിയ ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാലയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ PhD അപേക്ഷ രജിസ്ട്രേഷൻ ക്ഷണിച്ചെന്നുള്ള കാര്യമാണ്. ജാനുവരി 2024 സെക്ഷൻ PhD രജിസ്ട്രേഷൻ ജിയോഗ്രഫി വിഷയത്തിൽ ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. 2024 ജാനുവരി 15 വരെ സർവകലാശാല റിസർച്ച് പോർട്ടൽ വെബ്സൈറ്റിൽ www.research.keralauniversity.ac.in അപേക്ഷകൾ സമർപ്പിക്കാം. അതുപോലെ പരീക്ഷാ തീയതി പുനഃക്രമീകരിച്ചു. 8ാം സെമസ്റ്റർ BTech 2013 സ്കീം സപ്ലിമെൻ്ററി നാഷണൽ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് UGEKയുടെ സപ്ലിമെൻ്ററി 17 അഡ്മിഷൻ വരെ സെപ്റ്റംബർ 2023 2024 ജനുവരി 15 നടത്താൻ നിശ്ചയിച്ചിരുന്ന പരീക്ഷ ജനുവരി 19 മാറ്റിയിരിക്കുന്നു. കേരള സർവകലാശാല ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ 2024 ജനുവരി 15 നടത്താൻ നിശ്ചയിച്ചിരുന്ന 1ാം സെമസ്റ്റർ BLICയുടെ പരീക്ഷ പ്രാക്ടിക്കൽ പരീക്ഷ ജനുവരി 24 പുനഃക്രമീകരിച്ചിരിക്കുന്നു. ഇനി പരീക്ഷാ ഫലങ്ങളാണ്. 2023 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA ഇക്കണോമിക്സ്, MSc ജിയോളജി എന്നീ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സൂക്ഷ്മ പരിശോധനയ്ക്ക് 2024 ജനുവരി 15 വരെ അപ്ലൈ ചെയ്യാം. അത് www.slcm.keralauniversity.ac.in എന്ന വെബ്സൈറ്റ് മുഖേനയായിരിക്കണം ചെയ്യേണ്ടത്. ആൻഡ് SLCM പോർട്ടൽ വരെയുള്ള പേയ്മെൻറ്റ് മാത്രമായിരിക്കും സ്വീകരിക്കുക. 2023 ജൂലൈയിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA പൊളിറ്റിക്കൽ സയൻസ് റെഗുലർ ആൻഡ് സപ്ലിമെൻ്ററി പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് നിങ്ങൾക്ക് ജനുവരി 18 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സെപ്റ്റംബറിൽ നടത്തിയ 8ാം സെമസ്റ്റർ BSc കമ്പ്യൂട്ടർ സയൻസ് ഹിയറിംഗ് ഇംപേർഡ് 161 ഡിഗ്രി പരീക്ഷ റെഗുലർ 2019 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 17 അഡ്മിഷൻ, മെഡിസിൻ സയൻസ് 2013-15 അഡ്മിഷൻ പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്ക് 2024 ജാനുവരി 15 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റിൽ നടത്തിയ 3ാം സെമസ്റ്റർ MBA പെയിൻറ്റിംഗ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. സ്ക്രൂട്ടനിക്ക് 2024 ജനുവരി 25 വരെ അപ്ലൈ ചെയ്യാം. ഇനി പ്രാക്ടിക്കൽ വൈവ വ്യവസ്ഥയാണ്. 2ാം സെമസ്റ്റർ സുവോളജി പരീക്ഷയുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ 18, 19, 22, 23 തീയതികൾ നടത്തുന്നതായിരിക്കും. വിദൂര വിദ്യാർത്ഥി പഠന കേന്ദ്രം 2023 ഒക്ടോബറിൽ നടത്തിയ 4ാം സെമസ്റ്റർ MA മലയാളം റെഗുലർ 2023 അഡ്മിഷൻ, സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ പരീക്ഷയുടെ വൈവ വ്യവസ്ഥ ജനുവരി 23-24 തീയതികൾ നടത്തുന്നതായിരിക്കും. ദെൻ ടൈം ടേബിളാണ്. 5ാം സെമസ്റ്റർ BBA ലോജിസ്റ്റിക് പരീക്ഷയുടെ BM 1544 ഇൻറ്റേൺഷിപ്പ് പ്രോജക്റ്റായി ബന്ധപ്പെട്ട വൈവ വോസ് പരീക്ഷയുടെ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇനി 2ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB SLCM 2021 അഡ്മിഷൻ പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ തിരിച്ചറിയൽ കാർഡും പ്രസ്തുത പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ജനുവരി 10, 11, 12 തീയതികൾ റീവാലുവേഷൻ EJ10 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്. ജൂലൈയിൽ നടത്തിയ 8ാം സെമസ്റ്റർ ഇൻ്റഗ്രേറ്റഡ് LLB പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ പതിച്ച ID കാർഡും പ്രസ്തുത പരീക്ഷയുടെ ഹോൾ ടിക്കറ്റുമായിട്ട് ജനുവരി 10, 11, 12 തീയതികൾ റീവാലുവേഷൻ EJ10 സെക്ഷനിൽ ഹാജരാകേണ്ടതാണ്.